നമസ്കാരം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പൊട്ടറ്റോ കറിയാണ്. അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പൊട്ടറ്റോ കറി. ഈ കറിക്ക് ആവശ്യമായിട്ട് 2 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങാണ് നമുക്ക് വേണ്ടത്. ഇതുപോലെ അത്യാവശ്യം വലിയ പീസായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. ഈ ഉരുളക്കിഴങ്ങ് ഞാനിപ്പോൾ വേവിച്ചെടുത്ത് വെച്ചിരിക്കുകയാണ്. വേവിക്കുന്ന സമയത്ത് ഉപ്പിടാൻ മറന്നു പോകരുത്. ഇനി നമുക്ക് കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് അതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഈ ഉരുളക്കിഴങ്ങ് നമുക്കൊന്ന് ചെറുതായിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കണം. സ്പാച്ചുല ഒന്ന് ഉപയോഗിച്ച് ഒരുപാട് ഇളക്കി കൊടുക്കരുത്. ചെറുതായിട്ട് ഒരു സ്പൂൺ വെച്ച് ലൈറ്റായിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മാത്രം മതിയാകും. കാരണം ഇത് നന്നായിട്ട് വെന്തിരിക്കുന്ന ഉരുളക്കിഴങ്ങാണ്. നമ്മൾ സ്പാച്ചുല വെച്ച് ഇളക്കുമ്പോൾ ഇത് പൊടിഞ്ഞു പോകും. ഫ്ലെയിം ഇപ്പം ഹൈയിൽ തന്നെയാണ് വെക്കേണ്ടത്. ഈ ഉരുളക്കിഴങ്ങിൻ്റെ പുറം ഭാഗമൊക്കെ ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആകുമ്പോഴേക്കും പുറത്ത് ഭാഗമൊക്കെ ചെറുതായിട്ട് ഹാർഡ് ആവാൻ തുടങ്ങും. അന്നേരമാണ് നമ്മളൊരു പാത്രത്തിലേക്ക് കോരി മാറ്റേണ്ടത്. നമ്മുടെ ഉരുളക്കിഴങ്ങെല്ലാം ഒരു ലൈറ്റ് ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ബാക്കി വന്ന ഈ ഓയിലിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 2 ചെറിയ പീസ് കറുവാപ്പട്ടയും 2 ഗ്രാമ്പുവും 2 ഏലക്കായും ചേർത്ത് കൊടുക്കാം. ഇത് ഇത്രയും ചേർത്ത് കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 സവാള ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. സവാള ഇപ്പം ഏകദേശം 1/4 ഭാഗം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് ഇളക്കി ഒന്നുകൂടെ വഴറ്റുക. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി. ഇനി ഈ പൊടിയേറ്റത്തിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വറുത്ത് കൊടുക്കണം. ഏകദേശം ഒരു 30 സെക്കൻഡ് മാത്രം ഫ്ലെയിം കുറച്ച് വെച്ച് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ചേർത്ത് കൊടുത്ത വെള്ളം ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് തൈര് ചേർത്ത് കൊടുക്കണം. അധികം പുളിയില്ലാത്ത തൈരാണ് നമ്മൾ ഈ കറിക്ക് ഉപയോഗിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. പുളിയുള്ള തൈരാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 1/2 കപ്പ് ചേർത്താൽ മതിയാകും.
ഏകദേശം ഒരു 2-3 മിനിറ്റ് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഈ സമയത്താണ് ഈ കറിക്കുള്ള ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഉരുളക്കിഴങ്ങിലേക്ക് മസാല എല്ലാം നന്നായിട്ട് പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് 2-3 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുന്നത്. ഇതിപ്പോൾ ഏകദേശം 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. ഗ്രേവിയൊക്കെ നന്നായിട്ടൊന്ന് കുറുകി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഇതിൻ്റെ എരിവും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കണം. കുറച്ചുകൂടി ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ 1 മിനിറ്റ് നേരം അടച്ചു വെച്ച് തിളപ്പിച്ചാൽ മതിയാകും. ഇതുപോലെ ഒന്ന് റോസ്റ്റ് പോലെ തയ്യാറാക്കി എടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ഇപ്പം നമ്മുടെ പൊട്ടറ്റോ കറി റെഡിയായി വന്നിട്ടുണ്ട്. ചപ്പാത്തിയുടെ കൂടെയോ ദോശയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സൈഡ് ഡിഷാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു ഈസി റെസിപ്പിയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.